അനന്തപുരിയിൽ കലാരൂപം പൊടി പൊളിക്കുകയാണ്. ആദ്യ ദിവസം തന്നെ കലോത്സവം അതിന്റെ മുഴുവൻ പ്രൗഢിയിലേക്ക് എത്തിയെന്ന് തന്നെ പറയാം. 25 വേദികളും ഒരേ സമയം സജീവമാണ്. ഉച്ചവെയിലൊക്കെ പതിയെ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ ഇപ്പോഴും ഓണായി കളറായി അവിടെ റെഡിയാണ്. വിവിധ വേദികളിൽ നിന്നും മത്സരങ്ങളുടെയും പങ്കെടുക്കുന്നവരെയും കാണാനെത്തിയവരുടെ ഒക്കെ സമഗ്ര കവറേജുമായിട്ട് കേരള വിഷൻ ടീം ഫുൾ അവിടെ ഓണായി സജ്ജമായിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ പവലിയയിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. രേണുകയുണ്ട് അവിടുന്ന്. രേണുക, ഫുൾ ഓണല്ലേ? എന്തൊക്കെയാണ് അവിടുത്തെ വൈബ്? തിരുവനന്തപുരം ഇപ്പോൾ വൈബിലാണ് എന്ന് വേണം പറയാൻ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം വളരെ ആവേശത്തോടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഇവന്റുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് ഹസല്ല എ ഗ്രേഡ് വാങ്ങിയ മലപ്പുറംകാരൻ മുഹമ്മദ്. അതെ, ഓക്കെ, എങ്ങനെയുണ്ട് പരിപാടികളും കാര്യങ്ങളൊക്കെ? വൈബല്ലേ തിരുവനന്തപുരം? അതെ അതെ അതെ, തീർച്ചയായും നല്ല അടിപൊളി പരിപാടിയായിരുന്നു. നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. ഓക്കെ, എ ഗ്രേഡ് വാങ്ങിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് ഏകദേശം എ ഗ്രേഡ് കിട്ടിക്കാണും ഹസല്ല? ഒരു 14 പേരാണെന്നാണ് എൻ്റെ ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല. ഏകദേശം 14 പേർക്ക് എ ഗ്രേഡ് കിട്ടിയിട്ട് എങ്ങനെയുണ്ട്? സന്തോഷം? അതുകൂടെ ഒന്ന് പങ്കു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ വർഷവും എനിക്ക് സ്റ്റേറ്റിലുണ്ടായിരുന്നു, കൊല്ലത്ത് വെച്ച് നടന്നപ്പോൾ. അപ്പോഴും എ ഗ്രേഡ് ലഭിച്ചു. ഇപ്രാവശ്യവും എ ഗ്രേഡ് ലഭിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായി. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്റെ സാന്നിധ്യമല്ല ആവശ്യം, നമ്മുടെ ഹസൽ എ ഗ്രേഡ് വാങ്ങിച്ച മുഹമ്മദിന്റെ സാന്നിധ്യമാണ് ആവശ്യം. നമുക്ക് തുടങ്ങാം. ഓക്കെ ഓക്കെ. जब अपना हाल होता, जब अपना हाल होता, जो विशाल यार होता, कभी जाने सदके होती, कभी दिल निसार होता, जब अपना हाल होता, जो विशाल यार होता, कभी जाने सदके होती, कभी दिल निसार होता, जब अपना ഓക്കെ മുഹമ്മദ്, സൂപ്പറാണ്. ഈ മധുര ഗാനത്തിന് എ ഗ്രേഡ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കിട്ടുന്നത്? വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പം ഇയാളുടെ കഴിവിന് അല്ലെങ്കിൽ മുഹമ്മദിന്റെ ഒരു കഴിവിന് തന്നെയാണ് എ ഗ്രേഡ് കിട്ടിയിരിക്കുന്നത്. വേറെ എന്തൊക്കെ കഴിവാണുള്ളത്? ഞാൻ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഹാർമോണിയം വായിക്കാൻ അറിയാം. ഡാൻസ് ഒക്കെ കളിക്കുവോ? ഇല്ലല്ല. വേറെ എന്തേലും? ഇല്ലല്ല, ഡാൻസ് ഇല്ല. ഓക്കെ, അപ്പൊ നമ്മളോടൊപ്പം മുഹമ്മദ് ആണ്.